ഹായ് കൂട്ടുകാരി, നേഴാണത്തെ കൂട്ടുകാർ സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ പാഠമാണ് എടുത്തത്. വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്ന ഒരു അധ്യായമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് വ്യക്തിയും സമൂഹവും, ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ഡയറി കുറിപ്പ് വായിച്ചു നോക്കാം. പതിവ് പോലെ ഇന്നും അമ്മ എന്നെ വിളിച്ചുണർത്തി. പല്ല് തേച്ച് മുഖം കഴുകി ഞാനും ചേട്ടനും പഠിക്കാനിരുന്നു. അപ്പോഴേക്ക് പാൽക്കാരൻ എത്തി. അമ്മ ഞങ്ങൾക്ക് ചായ തന്നു. പത്രക്കാരൻ വന്നു. അച്ഛൻ അരികിലിരുന്ന് ഞാൻ പത്രം വായിച്ചു. ഞാൻ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും അമ്മൂമ്മ ഭക്ഷണം എടുത്തു വെച്ചു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്ക് രമയും ഐഷയും എത്തി. എൻ്റെ കൂട്ടുകാരാണവർ. ഞാൻ ബാഗ് എടുത്ത് പുറത്തേക്കോടി. സ്കൂളിലേക്ക് നടക്കുമ്പോൾ പാഞ്ഞു വന്ന വാഹനത്തിന് വഴി മാറി റോഡിലരികിലേക്ക് നിന്നതായിരുന്നു. കല്ലിൽ തട്ടി ഞാൻ വീണു. ഐഷ നിലവിളിച്ചു. ആരൊക്കെയോ ഓടി വന്നു. അവർ എന്നെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി. മരുന്ന് വെച്ച് പ്ലാസ്റ്റർ ഒട്ടിച്ചു. അല്പസമയം വിശ്രമിച്ച ശേഷം ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. ക്ലാസ്സിലെത്തിയപ്പോൾ ചങ്ങാതിമാർ ചുറ്റുകൂടി ഓരോന്ന് ചോദിച്ചു. രമ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്. ബെല്ലടിച്ചു. ആദ്യ പീരീഡ് ഇംഗ്ലീഷ് ആയിരുന്നു. ശില്പ ടീച്ചറാണ് ക്ലാസ് എടുത്തത്. ടീച്ചർ എത്ര ഭംഗിയാണ് ക്ലാസ് എടുക്കുന്നതെന്നോ. ഞാൻ എൻ്റെ കാൽമുട്ടിലെ മുറിവും വേദനയും മറന്നു. ഇതാണ് ഡയറി കുറിപ്പ്. ഇംഗ്ലീഷ് മീഡിയം. Mother woke up me as usual. I brushed my teeth, washed my face and sat with my brother to study. The milkman arrived by then. Mother prepared tea for us. The newspaper man came and I read newspaper sitting near my father. By the time I got ready for school, grandmother has set food at a table. We all had breakfast together. Soon my friends Rama and Aisha came. I took my bag and rushed out to join them. While walking to school, I stepped back to give way to a vehicle. I tripped over a stone laying on the road. Aisha let out a loud cry. Someone came and took me near by the hospital. The doctor dressed up the wound. We took rest for a while and then went to school. When we reached the school class, our friends gathered around me and asked what happened. It was Rama who replied to everyone. The bell rang. In the first period, Shilpa teacher taught us English. How interesting the class is. So I forgot the pain in my wounded knee. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? എന്താണ് 6ാം ക്ലാസ്സുകാരിയായ മിയ എഴുതിയിട്ടുള്ള ഒരു ഡയറി കുറിപ്പാണ്. ദ ഡയറി എൻട്രി ഓഫ് മിയ, 6th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്. എന്താ, രാവിലെ തന്നെ എത്ര പേരെയാണ് ഓരോ കാര്യങ്ങൾക്കും മിയ ആശ്രയിച്ചതെന്ന് കണ്ടല്ലോ. നമ്മളിത് വായിച്ചപ്പോൾ കണ്ട്. ഒരു ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ എത്ര പേരുമായി ഇടപഴകാറുണ്ട്? ആരൊക്കെയാണ് അവർ? നമ്മൾ ഒരുപാട് പേരുമായി ഇടപഴകാറുണ്ട്. അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, ഗ്രാൻഡ് ഫാദർ, ബ്രദർ, സിസ്റ്റർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഒരു ദിവസം തന്നെ ആശ്രയിക്കാറുണ്ട്. അമ്മയും അച്ഛനും സഹോദരങ്ങളും അയൽക്കാരങ്ങളും അധ്യാപകരും കൂട്ടുകാരും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാ എത്രയോ പേര് നമ്മുടെ ജീവിതത്തിൽ ബന്ധമായി നിൽക്കുന്നു. ഒരുപാട് പേര്, ഫാദർ, മദർ, സിബ്ലിങ്സ്, നൈബേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, മെനി പീപ്പിൾസ് ആർ റിലേറ്റഡ് ടു അവർ ഫാമിലി. ഒരുപാട് പേര് നമ്മൾ ഒരു ദിവസം തന്നെ ആശ്രയിക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ചിത്രം ഒന്ന് നിരീക്ഷിക്കൂ. ഇത് എന്താണ് കാണുന്നത്? ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? വിവിധ വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ആശ്രയിത്വമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇവിടെ എന്താണ്, ഒരു കുട്ടി സമൂഹത്തിലെ വിവിധ വ്യക്തികളെ ആശ്രയിക്കുന്നത് പോലെ തന്നെ വിവിധ വ്യക്തികൾ പരസ്പരം ആശ്രയിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ചാലികയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുക? അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ കളിക്കുന്നത് കാണാൻ പറ്റും ആ ചിത്രത്തിൽ. പിന്നെന്താണ്, അധ്യാപിക കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. അമ്മ ഡോക്ടറിൽ നിന്ന് ചികിത്സ തേടുന്നു. അച്ഛൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. Playing with friends. Teacher depends on shop dealer for goods. Mother depends on doctor for treatment. Father depends on shopkeeper for goods. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? അവൾ ഡോക്ടറിൽ നിന്ന് ചികിത്സ തരുന്നു. ഷീ ഡിപ്പെൻസ് ഓൺ ഡോക്ടർ ഫോർ ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ ആ ഡയഗ്രാം നോക്കിയിട്ട് അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ എഴുതി ചേർക്കുക. ഓക്കെ. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മറ്റുള്ളവരോടുള്ള ആശ്രയത്വം ആരംഭിക്കുന്നു. ജനനം മുതൽ തന്നെ മറ്റുള്ളവരുടെ ആശ്രയത്വം നമ്മൾ ആരംഭിക്കുന്നുണ്ട്. കുടുംബവും അയൽക്കാരും സുഹൃത്തുക്കളും അധ്യാപകരും നമ്മുടെ വളർച്ചയിൽ പങ്കുവഹിക്കുന്നു. ഭാഷയും വേഷയും സംസ്കാരവും പെരുമാറ്റ രീതിയും സമൂഹത്തിൽ നിന്നാണ് നാം സ്വായത്തമാക്കുന്നത്. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും വ്യക്തി പലരോടും ബന്ധപ്പെടുന്നു. ഈ ബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘമാണ് സമൂഹമാണ് വ്യക്തികളുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനം. അപ്പോൾ സമൂഹമാണ് വ്യക്തിയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കി.
An individual begins to depend on other rights from the time of birth. Family, neighbors, friends, and teachers play important role in the development of an individual. It is from society that we internalize language, dress code, manner, and culture. An individual establishes relationship with different people at each stage of his life. Society is a large group where such webs of relationship exist. Society forms the foundation of an individual's development and existence. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇനി സമൂഹത്തെക്കുറിച്ച് ഗ്രീൻ പറഞ്ഞ വാക്കുകൾ നോക്കാം. വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം. ഗ്രീൻ. A society is a large group to which any individual belongs. ഇനി ഇവിടെ നമുക്ക് ഒറ്റപ്പെട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് നോക്കാം. ഒറ്റപ്പെട്ടു പോയാൽ, ഇഫ് ഐസൊലേറ്റഡ്. മനുഷ്യരോടൊപ്പമല്ലാതെ ഒരു കുട്ടി ജീവിക്കുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അങ്ങനെ സംഭവിച്ചാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? വിക്ടറിന്റെ കഥ നമുക്ക് വായിച്ചു നോക്കാം. ഫ്രാൻസിലെ എവിറോൺ ഗ്രാമത്തോട് ചേർന്ന് കാട്ടിൽ വേട്ടയാടി പോയ ചിലർ ചെന്നാക്കളോടൊപ്പം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയെ കണ്ടു. അവർക്ക് കൗതുകവും ആകാംക്ഷയും ഉണ്ടായി. അവർ ചെന്നായ്ക്കളെ വെടിവെച്ച് പായിച്ചു. കൂട്ടം തെറ്റിപ്പോയ ആ ജീവിയെ പിന്തുടർന്ന് കീഴടക്കി. മനുഷ്യരൂപമായിരുന്നു ആ ജീവിക്ക്. എന്നാൽ കൈകളും കാലുകളും ഉപയോഗിച്ച് ആ ജീവി അതിവേഗത്തിൽ ഓടുകയാണ്. മുരളുകയും മാന്തൽ ശ്രമിക്കുകയും കടിച്ചു കയറാൻ വരികയും ചെയ്തിരുന്നു ആ ജീവിയെ. അവർ വളരെ പണിപ്പെട്ട് നാട്ടിൽ എത്തിച്ചു. അതൊരു മനുഷ്യ കുഞ്ഞായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാനോ വേഷമണിയാനോ ഭക്ഷണം കൈക്കൊണ്ട് കഴിക്കുവാനോ അറിയുമായിരുന്നില്ല. മനുഷ്യരുടെ ഒരു സ്വാഭാവിക സവിശേഷം അവനുണ്ടായിരുന്നില്ല. കൂടുതൽ പഠനത്തിനായി കുട്ടിയെ പാരീസിലേക്ക് കൊണ്ടുപോയി. ആ പട്ടണത്തിലെ ഡോക്ടർ ജീൻ മാർക്ക് ഇന്റാർ കുട്ടിയെ ഏറ്റെടുത്തു. ഡോക്ടറും സഹായികയുമായ നഴ്സും കൂടി കുട്ടിക്ക് വിക്ടർ എന്ന പേരിട്ടു. അവന് 12 വയസ്സ് കഴിഞ്ഞിരുന്നു. അവൻ വിക്ടറിനെ സാധാരണ കുട്ടിയെ പോലെ വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും സംസാരിക്കുവാനും പരിശീലിപ്പിച്ചു. വിക്ടറിന് ഒന്നും എളുപ്പം സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ല. പാത്രത്തിന്റെ ഭക്ഷണം തട്ടിത്തെറിപ്പിച്ച് നായ്ക്കളെ പോലെ നക്കി തിന്നാനാണ് അവൻ ശ്രമിച്ചത്. കിടക്കയും പുതപ്പും വിട്ട് മുറിയിലൊരു മൂലയിൽ ചുരുണ്ട് കിടക്കാനാണ് അവനിഷ്ടം. എത്രയോ ദിവസങ്ങൾ കൊണ്ടാണ് ചില വാക്കുകൾ ഉച്ചരിക്കാൻ വിക്ടർ പഠിച്ചത്. മനുഷ്യ സമൂഹത്തിലെ പെരുമാറ്റ രീതികളോ ആചാരങ്ങളോ വിക്ടറിന് അറിയാമായിരുന്നില്ല. ഒരു വ്യക്തി സമൂഹത്തിൽ നിന്ന് പഠിക്കുന്ന ഒന്നും വിക്ടർ സ്വയം സ്വാംശീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും ദുഃഖകരമായ സത്യം വിക്ടറിന് മറ്റു മനുഷ്യർക്കൊപ്പം സഹവസിക്കുവാൻ സാധിച്ചില്ല എന്നതാണ്. അപ്പോൾ എന്താണ്, മനുഷ്യരോടൊപ്പം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വിക്ടറിൻ്റെ കഥയിൽ നിന്ന് മനസ്സിലായല്ലേ. ആ കുട്ടി ചെന്നായ്ക്കളുടെ കൂടെ ആയ കാരണം ചെന്നായ്ക്കൾ കഴിക്കുന്ന ഭക്ഷണം പോലെയും നടക്കുന്നത് പോലെയും ഒക്കെ ആയിരുന്നു. ഡ്രസ്സും ഒന്നും ആ കുട്ടി ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ കുട്ടിയുടെ ചിത്രം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇഫ് ഐസൊലേറ്റഡ്. A few huntsmen found a strange creature among the wolves while hunting in the forest near the village of Avignon in France. The sight aroused their curiosity and anxiety. They fired at the wolves and downed them away. Then they chased the creature and trapped it. It had a human form. However, it ran fast using both legs and hands. With much effort, they took the growling, scratching and bring creature with them. It was a human child, but he was not able to speak, dress or eat like a human being. He possessed no human characteristics. Later, the child was taken to Paris for further research. Jean-Marc Itard, a doctor there, adopted him. The doctor and nurse who assisted him named the child Victor. They found that he was 12 years old. They trained Victor to speak, eat and dress like a normal human child. It was not easy for Victor to learn all this. He tried to scatter the food and lap it up like dogs. He did not use the bed and blanket in the room, but preferred to sleep in a corner. It was after long times of training that he could utter a few words. The behavior patterns, customs, and norms of the human society were unknown to him. He could not assimilate the things that an individual learns from the society. Sadly, he could not serve with human beings. അപ്പോൾ നമ്മൾ വിക്ടറിൻ്റെ കഥ കേട്ടു അല്ലേ. മനുഷ്യന്മാരുമായി ഇടപെട്ടില്ലെങ്കിൽ എന്തെങ്ങനെ ഒരുപാട് കുട്ടി മനുഷ്യന്മാരതിൽ കണ്ടിട്ടില്ല. അപ്പോൾ ചെന്നായ്ക്കളുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ചെന്നായ്ക്കളുടെ കാട്ടുന്നത് പോലെയാണ് ആ കുട്ടിയും കാട്ടുന്നത്. അതിന് സംസാരിക്കാൻ കഴിയുമെന്നൊന്നും ആ കുട്ടിക്ക് അറിയില്ല. ഇതുപോലെ തന്നെ വേറൊരു കഥ നമുക്ക് നോക്കാം.
1920 ബംഗാളിലെ മിഡ്നാപൂർ ഗ്രാമത്തിൽ നിന്ന് മൃഗങ്ങൾക്കൊപ്പം കണ്ടെത്തിയ 2 പെൺകുട്ടികളുടെ കമല അമല ജീവിതവും വിക്ടറിൻ്റേത് പോലെയായിരുന്നു. അമേരിക്കയിൽ ഒരിടത്ത് ഒരു വീടിന്റെ തട്ടിൻ പുറത്ത് ഇരുണ്ട മുറിയിൽ അടച്ച അന്നയും സ്ഥിതി മറിച്ചായിരുന്നില്ല. 6-ാം വയസ്സിൽ ഏകാന്ത തടവിൽ നിന്നും മോചിപ്പിച്ചപ്പോൾ അന്നയ്ക്ക് സംസാരിക്കാനോ നടക്കാനോ സാധിച്ചിരുന്നില്ല. സാമാന്യ ബുദ്ധിയുടെ യാതൊരു ലക്ഷണവും ഈ കുട്ടികളിൽ ഒരാൾ പോലും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെയും അന്നയും അമലയുടെയും ജീവിതകഥയാണ്, ജീവിതത്തിലെ ചെറിയ ഭാഗമാണ് പറഞ്ഞിട്ടുള്ളത്. അവരും ഇതുപോലെ വിക്ടറിൻ്റേത് പോലെ ആയിരുന്നു. ദ ലൈഫ് ഓഫ് കമല ആൻഡ് Amala, 2 girls found living with animals in the Midnapur village in Bengal in 1920 was also similar to that Victor. The condition of Anna, who had been detained in the dark attic of a house in America, was not different from this. She was not able to walk or talk like a normal child. When she was realized at the age of 6 from the long-laid detention in 1938, these children did not exhibit any sign of normal intelligence. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ കഥകളിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത്? സമൂഹത്തിൽ വളരാത്ത ഒരു മനുഷ്യന് സാമൂഹിക ജീവിയുമായി മാറാൻ സാധിക്കില്ലെന്നും സാമൂഹികമായ പെരുമാറ്റങ്ങളോ ഭാഷയോ ഒന്നും എളുപ്പം പഠിക്കാനോ പരിശീലിക്കാനോ സാധിക്കില്ലെന്നും വ്യക്തമായില്ലേ? നമുക്ക് ഈ 2 കഥയിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലായത്. We have realized that an individual can neither to be a social being not learn the behavior or language of a society if she is not brought up in a social environment. നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു. വാട്ട് വുഡ് ബി ദ നേച്ചർ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് എ ഇൻഡിവിജ്വൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് എ സോഷ്യൽ എൻവയോൺമെന്റ്? പ്രിപ്പയർ എ നോട്ട് ബേസിംഗ് ഓൺ ദ ഹിന്റ്സ്. ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ബിഹേവിയർ പാറ്റേൺ. പ്രവർത്തനം. വ്യക്തികളുടെ വളർച്ചയിൽ സമൂഹത്തിന് പങ്കുണ്ട്. സമൂഹമില്ലെങ്കിൽ വ്യക്തിയുടെ വളർച്ച എങ്ങനെയായിരിക്കും? സൂചനകൾ: ശാരീരിക വളർച്ച, ബുദ്ധിവികാസം, പെരുമാറ്റ രീതി ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു നോട്ട് മാതിരി ഒരു കുറിപ്പ് എഴുതാം. ഒരു സമൂഹമില്ലെങ്കിൽ ഒരു മനുഷ്യന് മാനുഷിക സ്വാഭാവിക വികസിക്കാൻ കഴിയില്ല. സാമൂഹ്യ ജീവിതം കൂടാതെ സംസാരിക്കാനും പെരുമാറാനുള്ള കഴിവ് വികസിപ്പിക്കാൻ അവന് കഴിയില്ല. മനുഷ്യ സമൂഹത്തിന്റെ പെരുമാറ്റ രീതികൾ, ആചാരങ്ങൾ, മാനദണ്ഡങ്ങൾ അദ്ദേഹത്തിന് അജ്ഞതമായിരിക്കും. ഒരു വ്യക്തി സമൂഹത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ സ്വാംശീകരിക്കാൻ അവന് കഴിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കുറിപ്പ്. A man cannot develop human characteristics if there is no society. He cannot develop his capacity to speak and behave without social life. The behavioral patterns, customs and norms of human society were unknown to him. He cannot assimilate the things that an individual learns from the society. ഇനി നമുക്ക് എന്താണ് കമ്മ്യൂണിറ്റി അഥവാ സമുദായം എന്ന് പറയുന്നത്? ഒരു നിശ്ചിത പ്രദേശത്തെ നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘടനമാണ് സമുദായം. കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ലിവിങ് ഇൻ ദ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി വിത്ത് ദ ഫീലിംഗ് ഓഫ് വൺസ്. എന്താണ്? നമ്മൾ ഒന്നാണെന്ന വികാരത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികളുടെ സംഘടനയാണ് നമ്മൾ കമ്മ്യൂണിറ്റി, സമുദായം എന്ന് പറയുന്നത്. ഈ സമുദായത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിശ്ചിതമായ പ്രദേശത്തെ താമസം, കൂട്ടായ പ്രവർത്തനങ്ങൾ, ദൃഢമായ ബന്ധങ്ങൾ, സമാനമായ സാംസ്കാരിക മൂല്യങ്ങൾ, ഇതൊക്കെയാണ് സമുദായത്തിന്റെ പ്രത്യേകതകൾ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റി ലിവിംഗ് ടുഗദർ ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി, ഓർഗനൈസ്ഡ് ഇന്ററാക്ഷൻ, ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ്, കോമൺ കൾച്ചറൽ വാല്യൂസ്. ഒരു ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിൽ വികസിക്കുന്ന ഒരു സമുദായമായി പരിഗണിക്കാറുണ്ട്. അങ്ങനെ പരിഗണിക്കുന്നതിൽ കാരണങ്ങൾ എന്തെല്ലാം? നാം ഒന്ന് എന്ന വികാരം, ഒരു നിശ്ചിത സ്ഥലത്ത് താമസം, പിന്നെ എന്തൊക്കെ നമുക്ക് എഴുതാം? അടുത്ത സാമൂഹ്യ ബന്ധം, സംഘടിത ഇടപെടൽ, പൊതു സാംസ്കാരിക മൂല്യങ്ങൾ. What could be the reason for considering the people residing in the same village as a community feeling of once living together in a definite locality? Common cultural values, organized interaction, close social relationship. അപ്പോൾ എന്താണ് സമുദായം? കമ്മ്യൂണിറ്റി ഒരു നിശ്ചിത പ്രദേശത്തെ നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘടനമാണ് സമുദായം. നിശ്ചിത പ്രദേശത്തെ താമസവും കൂട്ടായ പ്രവർത്തനങ്ങളും സുദൃഢമായ ബന്ധങ്ങളും സമാന സാംസ്കാരിക മൂല്യങ്ങളും സമുദായത്തിന്റെ പ്രത്യേകതകളാണ്. സമൂഹവുമായി താരതമ്യപ്പെടുമ്പോൾ സമുദായം ചെറുതാണ്. എന്നാൽ സമൂഹത്തിലുള്ളതിനേക്കാൾ ആത്മബന്ധം സമുദായത്തിൽ നിലകൊള്ളുന്നുണ്ട്. ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിൽ സമുദായം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്.
Community is a group of people living in a definite locality with the feelings of ones, living together in a definite locality, organized interaction, close social relationship, and common cultural values are the major characteristics of a community. Compared to society, community is a smaller unit. However, the relationship among the members of a community is more intense than that in a society. The community has a critical role in the molding on an individual into a social being. ഇത് പഠിക്കാൻ പോകുന്നത് എന്താണ് സമാജം, അസോസിയേഷൻ. നിങ്ങളുടെ സ്കൂളിൽ വിവിധ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അവ ഏതൊക്കെയാണെന്ന് അവയുടെ ലക്ഷ്യങ്ങളൊന്ന് പട്ടികപ്പെടുത്തുക. അസോസിയേഷൻ. യു ഹാവ് മെനി ക്ലബ്സ് ഫംഗ്ഷൻ ഇൻ യുവർ സ്കൂൾ. ലിസ്റ്റ് ദം ഔട്ട് അലോങ് വിത്ത് ദെയർ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമുക്കത് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ പട്ടികപ്പെടുത്തിയോ? ക്ലബ്ബുകൾ, ലക്ഷ്യങ്ങൾ, ക്ലബ്സ്, ഒബ്ജക്റ്റീവ്സ്. വിദ്യാരംഗം. ക്ലബിന്റെ ലക്ഷ്യം എന്താണ്? കല, സാഹിത്യം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ. പ്രൊമോട്ട് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ബാക്കി നിങ്ങൾ സ്കൂളിൽ എത്ര ക്ലബ്ബുകളുണ്ട്? സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് ഉണ്ടാകും. അതിന്റെ ലക്ഷ്യം ചരിത്രോപാധ വളർത്തുക, അഥവാ സോഷ്യൽ സയൻസ് ക്ലബ് ഡെവലപ്പ് എ സെൻസ് ഓഫ് ഹിസ്റ്ററി. ഇനി എക്കോ ക്ലബ്ബ് ഉണ്ടാകും, ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. പരിസ്ഥിതി ക്ലബ്ബ് പരിസ്ഥിതി സംരക്ഷണത്തിന്. ഇനി സയൻസ് ക്ലബ്ബൊക്കെ ഉണ്ടാകും. പിന്നെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടാകും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലബ്ബുകളും നിങ്ങളുടെ സ്കൂളിലുള്ള ക്ലബ്ബൊക്കെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ എന്താണ് സമാജം, അസോസിയേഷൻ എന്ന് മനസ്സിലായോ? പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടമാണ് സമാജം. An association is a group of people striving to achieve specific aim. ഓരോ ക്ലബ്ബും വ്യത്യസ്ത ലക്ഷ്യങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായല്ലോ. നമ്മളിപ്പോൾ മനസ്സിലായ പട്ടിക നമ്മൾ നോക്കിയപ്പോൾ ഇങ്ങനെ പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടമാണ് സമാജം. നമ്മൾ നേരത്തെ പറഞ്ഞു, വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം പൊതുനന്മയ്ക്ക് വേണ്ടി കൂടിയാണ് സമാജം രൂപം കൊള്ളുന്നത്. സമാജം രൂപം കൊള്ളുന്നത് എന്താ? വ്യക്തികളുടെ കഴിവിനും പിന്നെന്താണ് കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടും പിന്നെ പൊതുനന്മ. ഇപ്പോൾ ചാരിറ്റി ഒക്കെ ചെയ്യാറുണ്ടല്ലേ ക്ലബ്ബുകൾ. എന്താണ് ഈ പാവങ്ങൾക്കൊക്കെ പൈസ സ്വരൂപിച്ചിട്ട് അവരുടെ എന്തെങ്കിലും ഓപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാറുണ്ടല്ലേ. അതാണ് സമാജം രൂപം കൊള്ളുന്നത്. റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, തൊഴിലാളി സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിയ സമാജങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിയെ സമൂഹത്തിലെ കഴിവുറ്റ അംഗമാക്കി മാറ്റുന്നതിൽ സമുദായങ്ങൾക്കും സമാജങ്ങൾക്കും പങ്കുണ്ട്. അപ്പോൾ വ്യക്തിയെ സമൂഹത്തിലെ നല്ല കഴിവുറ്റ അംഗമാക്കുന്നതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? സമുദായത്തിനും സമാജക്കാർക്കും പങ്കുണ്ട്. ഇവിടെ ഒരു സമാജത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. അപ്പം നമുക്കത് നോക്കാം. ബൊഗാർഡസ് പറഞ്ഞിട്ടുള്ള സമാജത്തെ കുറിച്ചുള്ള വാക്കാണ്. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം. Bogardus. Association is usually working together of people to achieve some purpose. Bogardus. Each club functions with a unique objective. An association is a group of people striving to achieve specific aims. Associations are formed with the aim of developing the individual's talents for a common good. Residential association, trade union, students unions, etc. are the example of association. Both community and association have important role in the molding an individual into an able member of a society. അസോസിയേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, ബൊഗാർഡസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൂട്ടുകാർ വായിക്കുക. ഇനി നമുക്ക് തന്നിട്ടുള്ള തുടർ പ്രവർത്തനങ്ങളുണ്ട്. സമുദായം, സമാജം ഇവ സാമൂഹ്യ സംഘടനകളാണ്. ഇവിടെ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. സമുദായം, സമാജം. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. സമൂഹം ഒരു നിശ്ചിത പ്രദേശത്തെ ഏകത്വം എന്ന വികാരത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടമാണ് കമ്മ്യൂണിറ്റി. ഒരു നിശ്ചിത പ്രദേശത്തെ ഒരുമിച്ച് ജീവിക്കുക, സംഘടിത ഇടപെടൽ, അടുത്ത സാമൂഹ്യ ബന്ധം, പൊതുസാംസ്കാരിക മൂല്യങ്ങൾ എന്നിവയാണ് സമൂഹത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഈ സമാജം പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടമാണ് സമാജം. വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം പൊതുനന്മയ്ക്ക് വേണ്ടി കൂടിയാണ് സമാജം രൂപം കൊള്ളുന്നത്. പ്രവർത്തനം. Community and association are groups with a society. Listed out their features in a table provided. Community, association. Community is a group of people living in a definite locality with a feeling of ones, living together in a definite locality, organized interaction,
Close social relationship and common cultural values are the major characteristics of a community. Association. An association is a group of people striving to achieve specific aim. Association are formed with the aim of the development the individual's talent for the common good. അവസാനത്തെ പ്രവർത്തനമാണ് വ്യക്തിയെ കൂടാതെ സമൂഹത്തെ കൂടാതെ വ്യക്തിക്കും നിലനിൽക്കില്ല. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഒരു ദിവസത്തെ നിങ്ങളുടെ അനുഭവം എഴുതി തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളുടെ അനുഭവം എഴുതി തയ്യാറാക്കാനാണ് A society cannot exist without individuals and vice versa. Based on this statement, note down your experience of your day. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. Answer. A man can live alone in this world. We depend on other from our birth to death. It is from that society that we internalize language, dress code, manner and culture. An individual established relationship with different people at each stages of his life. Society is a large group where such webs of relationship exist. Society lays the foundation for an individual's development and existence. ഉത്തരം. ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ജനനം മുതൽ മരണം വരെ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. ഭാഷ, ഡ്രസ് കോഡ്, പെരുമാറ്റം, സംസ്കാരം എന്നിവ നാം അന്തരീകരിക്കുന്ന സമൂഹത്തിൽ നിന്നാണ്. വ്യക്തി തന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നു. അത്തരം ബന്ധങ്ങളുടെ വലകൾ നിലനിൽക്കുന്ന ഒരു വലിയ കൂട്ടമാണ് സമൂഹം. ഒരു വ്യക്തിയുടെ വികസനത്തിനും നിലനിൽപ്പിനും സമൂഹം അടിത്തറയാകുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഇത്രയും പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിരുന്നു ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള ഭാഗം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ വിക്ടറിൻ്റെ കഥ നമ്മൾ പഠിച്ചു. പിന്നെ ഒരു ദിവസം നമ്മൾ ഒരുപാട് പേരെ ഉണ്ടെന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായി വായിക്കുക. പ്രവർത്തനങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നോ എന്ന് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.